പെരുന്നാളിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് പഴയതും പുതിയതുമായ നിയമങ്ങൾ തമ്മിലുള്ള തുടർച്ചയെ ചിത്രീകരിക്കുന്നതാണ്. യേശുവിന്റെ ജീവിതം, യേശുവിന്റെ മരണം, യേശുവിന്റെ പുനരുത്ഥാനം എന്നിവയെല്ലാം യേശുവിന്റെ പഠിപ്പിക്കലുകളിലും യേശുവിന്റെ പലിശ ശുശ്രൂഷയിലും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാകരമായ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു: വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. ഇവിടെ പാർത്തു എന്ന് പറയുന്ന വാക്ക് കൂടാരവാസം അല്ലെങ്കിൽ താൽക്കാലികമായ വാസം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തന്റെ മനുഷ്യാവതാരത്തിലൂടെ കർത്താവ് രക്ഷിതാവാകുന്ന യേശുക്രിസ്തു കൂടാര പെരുന്നാളിന്റെ ആത്യന്തികമായ നിവൃത്തീകരണമായി തന്നെ ഫലപ്രദമായി സ്ഥാപിക്കുന്നതായി